4 വർഷത്തെ വിലക്ക് 18 മാസമാക്കി കുറച്ചതോടെ ഫുട്ബോളിലേക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ ഫ്രാൻസിന്റെ സൂപ്പർ താരം പോൾ പോഗ്ബ ഉത്തേജകമരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞതിനെ തുടർന്നാണ് യുവന്റസ് മിഡ്ഫീൽഡർക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നത്. തുടർന്ന് പോഗ്ബ നൽകിയ അപ്പീൽ പരിഗണിച്ച് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി ഇത് 1.5 വർഷമാക്കി ചുരുക്കി കഴിഞ്ഞ ദിവസം വിധി പുറപ്പെടുവിച്ചിരുന്നു. 2023 സെപ്റ്റംബർ മുതൽ സസ്പെൻഷനിലാണ് 31-കാരൻ. 2027 വരെ തുടരേണ്ടിയിരുന്ന വിലക്ക് പുതിയ വിധി വന്നതോടെ 2025 മാർച്ചിൽ അവസാനിക്കും. ഇറ്റലിയിലെ ദേശീയ ഉത്തേജക വിരുദ്ധ കോടതിയായ ട്രൈബ്യൂണലാണ് കേസ് പരിഗണിച്ചത്. ഇറ്റലിയിലെ ഉത്തേജക വിരുദ്ധ ഏജൻസിയിൽ ഹർജി നൽകേണ്ടതില്ലെന്ന് പോഗ്ബ നേരത്തെ തീരുമാനിച്ചിരുന്നു. പരിക്കും സ്ഥിരതയില്ലാത്ത പ്രകടനവും മൂലം താരം വലയുന്നതിനിടെയായിരുന്നു വിലക്ക്. പരിക്ക് മൂലം 2022 ഖത്തർ ലോകകപ്പിൽ താരം കളിച്ചിരുന്നില്ല. 2018 ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനായി സ്കോർ ചെയ്തയാളാണ് പോഗ്ബ. 2011 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൂടെയാണ് സീനിയർ ക്ലബ് കരിയർ തുടങ്ങുന്നത്. പിന്നാലെ യുവന്റസിലെത്തി 124 മത്സരങ്ങൾ കളിച്ച് 2016 യുണൈറ്റഡിൽ തിരിച്ചെത്തി. തുടർന്ന് 154 മത്സരങ്ങളിൽ യുണൈറ്റഡ് ജേഴ്സിയും അണിഞ്ഞു. 2022 വീണ്ടും യുവന്റസിലേക്ക്. എന്നാൽ പരിക്കുവില്ലനായതോടെ രണ്ടാം വരവിൽ 8 മത്സരങ്ങൾ മാത്രമാണ് കളിക്കാനായത്. ഫ്രാൻസിനായി 91 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇറങ്ങിയ പോഗ്ബ 11 ഗോളും നേടിയിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.